വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോ കുദാശകളും ഈശോ മിശിഹായെ ഈ ലോകത്തിലേക്ക് വിളിച്ചിറക്കുന്നതാണ്. സ്പെയിനിൽ പീഡനം നടക്കുന്ന കാലഘട്ടത്ത് അവിടെ സന്യാസികളെയും വൈദികരെയും ജയിലിൽ അടച്ച് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക അങ്ങനെയുള്ള സമയത്ത് മൂർ വംശജനായ ഒരു രാജാവ്, അബു സയ്യിദ് എന്ന് പറഞ്ഞ രാജാവ് വാണിരുന്ന കാലഘട്ടത്തിലാണ് ജോൺ ജൈനീസ് എന്ന് പറയുന്ന വൈദികനെ പിടിക്കപ്പെട്ടു. വൈദികനെ പിടിച്ച് ചങ്ങലകൾ ബന്ധിതനായിട്ട് രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവനോട് ചോദിച്ചു, നിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു. നിൻ്റെ തൊഴിൽ എന്താണ് എന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ ഈ പുരോഹിതൻ പ്രകാരം പറഞ്ഞു, രാജാവേ, എൻ്റെ തൊഴിൽ ഇതാണ്. ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ച് ഭൂമിയിലേക്ക് ഇറക്കുകയാണ് എൻ്റെ തൊഴിൽ. രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് ഒന്നുകൂടി ചോദിച്ചു. അപ്പോൾ അവൻ വിശദീകരിച്ചു, ദൈവമില്ലാത്ത ഭവനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ദൈവത്തെ വിളിച്ചിറക്കുക. രാജാവ് മനസ്സിൽ വല്ല സന്തോഷം ഉണ്ടായതുകൊണ്ട് ആ പുരോഹിതനോട് പറഞ്ഞു, നീ പോയി നിൻ്റെ ജോലി തുടരുക എന്ന് പറഞ്ഞ് അയച്ചു. അല്ലേലിയ. അത് പ്രകാരം പറയാണ്, ഈ മൂർ വംശജർ ക്രൈസ്തവ സഭയെ ഇല്ലാതാക്കാൻ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ രാജാവിന് തോന്നി ദൈവത്തെ വിളിച്ച് താഴോട്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുണ്യമാണ്. അല്ലേലിയ. ദൈവം ഇല്ലാത്തതുകൊണ്ടാണ് പലതും നമുക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത്, പലതും നമുക്ക് ലഭിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് കൂദാശകൾ ഈശോ സ്ഥാപിച്ചത് പരിശുദ്ധ കുർബാനയും കുമ്പസാരവും അല്ലെങ്കിൽ മാമുദീസയും സൈലരും എല്ലാ കൂദാശകളും സ്ഥാപിച്ചത് അദർശനായ ദൈവത്തെ ദൃശ്യമായ വഴികളിലൂടെ നമുക്ക് തെളിയിച്ചു തരാൻ വേണ്ടി, അനുഭവം തരാൻ വേണ്ടി. അല്ലേലിയ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരു കുടുംബം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്ന കുടുംബമാണ്. ഒരു 6-7 മാസത്തിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അമ്മച്ചിക്ക് 84 വയസ്സുണ്ട്. അമ്മച്ചി ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, എന്തോ ഒരു പ്രശ്നം എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം, അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അമ്മച്ചി എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുമ്പോൾ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് ശുശ്രൂഷയെ പങ്കെടുത്തിട്ടുള്ള അമ്മച്ചിയാണ്, വടക്കഞ്ചേരി മംഗലം ഡാം ഭാഗത്തു നിന്നുള്ള ആ അമ്മച്ചി എല്ലാ ദിവസവും അങ്ങനെ 6 മാസക്കാലം അമ്മച്ചി ഈ വിശുദ്ധ കുർബാനയും ജപമാലയും ചൊല്ലിയിട്ട് കാണാൻ ശുശ്രൂഷയെ പങ്കെടുക്കാൻ വന്നു. ഒരു തിരക്കും കാണിക്കാതെ ഇരുന്നു. ഏറ്റവും അവസാനം അമ്മച്ചി കാണാൻ വേണ്ടി വന്നു. അമ്മച്ചിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മച്ചിക്ക് കൂട്ടും വന്നിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിയോട് ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ഭർത്താവിൻ്റെ മുകളിലുള്ളവരും എൻ്റെ സ്വന്തം കുടുംബത്തിലും അവരങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക്, ഒരു കൃപയിൽ ജീവിച്ചവരല്ല എന്നെനിക്കറിയാം. അച്ഛൻ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അച്ഛൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിൽ നിന്ന് ഈ തിന്മ വിട്ടുപോയി, ഈ അന്ധകാര ശക്തി വിട്ടുപോകാൻ വേണം. ഒപ്പം എൻ്റെ കുടുംബത്തിൽ ചെയ്ത ഈ മേഖലകളിൽ പരിഹാരമായിട്ട് അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. അല്ലേലിയ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, വിശുദ്ധ കുർബാന ഞാൻ ഇവിടെ ചൊല്ലുന്നത് ഇവിടെ വരുന്ന കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടി. അമ്മച്ചി കുർബാന ഏതെങ്കിലും അച്ഛന്മാരെ ഏൽപ്പിച്ചോ, ഞാൻ എല്ലാ കുർബാനയിലും അമ്മച്ചിയുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാമെന്നും. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കൂടെ വന്ന വ്യക്തിയെ ഞാൻ കാണാനായിട്ട് അമ്മച്ചിയോട് വിളിക്കാൻ പറഞ്ഞു. ആ വ്യക്തിയോട് വിളിച്ചു. ആ വ്യക്തിയുടെ ശുശ്രൂഷയെ പങ്കെടുത്തിട്ടുള്ളതാണ്, വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. 2-3 ലക്ഷം രൂപ ഓൺലൈൻ ഇതിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമാണ്. ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ചെയ്ത പോലെയല്ല ഇവിടെ വ്യത്യസ്തമായിട്ട് പറയണേ. അച്ഛൻ ചില കാര്യങ്ങൾ കൂടി ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ചൊക്കെയും പറയുന്നുണ്ട് എന്നൊക്കെയും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പുസ്തകത്ത് കാണിച്ചു കൊടുത്തു, മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. കുടുംബത്തിന് വേണ്ടി ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തി ചില അനുഭവങ്ങളിലൂടെ കടന്നു പോവുക. ഹല്ലേലൂയ. അനുഭവങ്ങളിലൂടെ കടന്നു പോവുക. പെട്ടെന്ന് ഈ വ്യക്തി അങ്ങ് വാഴ വെട്ടിയിടുന്ന പോലെ
തളർന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ആ വ്യക്തിക്ക് വേണ്ടി ഡെലിവറൻസ് ചെയ്ത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വ്യക്തി പറയാം, എന്തോ ഒരു അസ്വസ്ഥത എന്നിൽ നിന്നും അച്ഛ വിട്ടുപോയി. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തി പറയാം, വലിയൊരു പ്രകാശം എൻ്റെ സന്നദ്ധിയിൽ എൻ്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. മാത്രമല്ല എൻ്റെ ശരീരഭാഗങ്ങളിൽ അതിൻ്റെ ശക്തി പ്രവഹിക്കുന്നു. അല്ലേലിയ, അല്ലേലിയ. ആ വ്യക്തി വലിയ ആനന്ദമുണ്ട്. ആ വ്യക്തി പറയാണ്, എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉള്ളതായിട്ട് ഇന്നേ വരെ അറിയില്ല. അല്ലേലിയ, അല്ലേലിയ. അതാ ഈ 15-ാമത്തെ മാതാവിൻ്റെ 15-ാമത്തെ രഹസ്യത്തിൽ 33 ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠയിൽ 14-ാമത്തെ 15-ാമത്തെ രഹസ്യത്തിൽ പ്രകാരമാണ് പറയുന്നത്. പ്രവൃത്തിയിൽ പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. അല്ലേലിയ. ഓരോ വൈദികനും ഓരോ സന്യസ്തനും ഓരോ റിലീജിയസ് വൈദികനും എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് വിളിച്ച് ഇറക്കാനുള്ള അധികാരമുള്ള വ്യക്തികളാണ്. അല്ലേലിയ. അവരച്ഛൻ മാത്രമല്ല, ധ്യാനഗുരുക്കന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ ഇടവക ജീവിതത്തിലുള്ള എല്ലാ വൈദികർക്കും അതിൻ്റെ കൃപയും അതിൻ്റെ അഭിഷേകവും കൊടുത്തിട്ടുണ്ട്. അല്ലേലിയ. ഒരു ചേട്ടൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വരും. ഞാനിരുന്ന ആദ്യത്തെ ഇടവകയിലെ ഒരു മനുഷ്യനാണ്. എവിടേക്കും ധ്യാനകേന്ദ്രം ഉണ്ടോ അവിടെ എല്ലാം മനുഷ്യൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള മനുഷ്യൻ. ആ ചേട്ടൻ വന്നു, ആ ചേട്ടനെ കണ്ടു. എല്ലാവരും വരുമ്പോൾ തന്നെ മാറണം എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ ചേട്ടൻ കുറച്ച് നാളത്തേക്ക് പിന്നെ വന്നില്ല. പിന്നെ വീണ്ടും അത് കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ അനുഭവം ഉള്ളതാണ്. അച്ഛൻ പല സെൻറ്ററിൽ ജോലി ചെയ്തിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ കുറച്ച് നാൾ വീട്ടിലിരുന്നൊന്ന് പ്രാർത്ഥിക്കും. അല്ലേലിയ, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. ശുശ്രൂഷകളെല്ലാം ഇപ്പം തൽക്കാലം ഒന്ന് നിർത്തിവെക്കും. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ശുശ്രൂഷയ്ക്കൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ പിള്ളേർ വലിയ പ്രശ്നക്കാരാണ്. ഒരു മകനെ ഇരിക്കുന്നത് ഒരു വലിയ മലയുടെ മുകളിലാണ്. മലയുടെ മുകളിൽ നിന്ന് മാത്രമല്ല, കാട്ടുമൃഗങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി വരും, അല്ലെങ്കിൽ അവൻ ഇറങ്ങി വരാറില്ല. അവൻ അവിടെ ഇരിക്കും. അവനങ്ങനെ കാട്ടുമൃഗങ്ങളോടൊരു പേടിയില്ല, ആരോടും സംസാരിക്കില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണെങ്കിലോ. അടുത്ത മകനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന് മദ്യപാനിയാണ്. മദ്യപാനം, കുടുംബ ഭാര്യയോ മക്കളെ നോക്കുന്നൊരു ശീലമില്ല. മൂന്നാമത്തേതാണെങ്കിൽ അതിൽ അപ്പുറത്താണ്. ഞാൻ ഇപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒന്ന് പ്രാർത്ഥിക്കും. 4-ാമത്തെ 5-ാമത്തെ ആഴ്ച വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഭയങ്കര മാറ്റം വന്നു. ഞാൻ വലിയ സന്തോഷത്തിൽ ആ സഹോദരനോട് ചോദിച്ചു, എന്താണ് മാറ്റം എന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ മകൻ വലിയ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറിയ കാട്ടിൽ വന്ന് അവനൊരു ടാർപ്പായ കെട്ടി ടാർപ്പായയുടെ ഉള്ളിലിരിക്കാൻ തുടങ്ങി. വലിയ മാറ്റമാണ്. കാരണം എന്താ? കാട്ടുമൃഗങ്ങളുടെ ഉള്ളിൽ നിന്നാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. അല്ലേലിയ. എനിക്ക് അത്രയും തോന്നിയില്ലെങ്കിലും ആ ചേട്ടൻ പറയും, അച്ഛൻ വന്നത് കണ്ടു കഴിഞ്ഞാൽ അത് വലിയ മാറ്റാച്ചാ. ഞാനൊരു വീട്ടിൽ കിടക്കുമ്പോഴും എൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുക. എന്താണെന്നറിയുമോ? എന്താണ്? ഈ കാട്ടുമൃഗങ്ങൾ ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ജീവൻ രാത്രി ഈ കാടിൻ്റെ ഉള്ളിലവൻ കിടക്കുന്നത്. അല്ലേലിയ. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു, ആ ചേട്ടൻ പറഞ്ഞു, വലിയ ടാർപ്പായ കെട്ടി 2 കല്ലിൻ്റെ ഉള്ളിൽ അവനിരുന്ന് ചെയ്യാം. പ്രാർത്ഥിക്കുകയൊന്നുമല്ല, മൊബൈൽ അങ്ങനെ നോക്കുക. പിള്ളേർക്ക് ഇപ്പോൾ ഒരു ട്രെൻഡല്ല, അതാണ് ജോലി അവരുടെ. ഏതെങ്കിലും BSNLൻ്റെയോ അല്ലെങ്കിൽ IDAയുടെയോ വോഡാഫോണിൻ്റെയോ അല്ലെങ്കിൽ എയർസെല്ലിൻ്റെയൊക്കെ ജോലിക്കാരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സിസ്റ്ററിനെ അവരെ കണ്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞു, 2 കുർബാന അങ്ങ് ചൊല്ലിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ കുർബാന മേടിക്കാൻ പാടില്ല, മേടിച്ചാൽ പിന്നെ എല്ലാവരും എവിടെയായിരിക്കും കൊടുക്കുന്നത്? സെൻറ്ററുകളിലായിരിക്കും കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ മേടിക്കാറില്ല. ഞാൻ പറഞ്ഞു, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ അച്ഛൻ്റെ കൈ കൊണ്ട് മേടിക്കാം. ഞാൻ മേടിച്ചിട്ട് ജോണച്ചൻ്റെ കൈ കൊടുത്തു. ജോണച്ചൻ ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ 2 കുർബാന, ഈസ്റ്ററല്ല അതിൻ്റെ മുമ്പ് 2 കുർബാന ചൊല്ലി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആ ചേട്ടൻ വന്നിട്ട് പറയാം, വലിയ മാറ്റം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു അച്ഛ, വലിയ വ്യത്യാസങ്ങൾ എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു അച്ഛ. അല്ലേലിയ, അല്ലേലിയ. എന്തിനു വേണ്ടിയാണ് ഒരു പൗരോഹിത്യം ഈശോ സ്ഥാപിച്ചതെന്ന് ഒറ്റ കാര്യമുള്ളൂ. സന്യാസം സ്ഥാപിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. മാമോദീസായിലൂടെയും സ്ഥൈലനിയമത്തിലെയും നമ്മളെ മുദ്രയാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ദൈവത്തെ പ്രാർത്ഥിച്ച് ഭൂമിയിലേക്ക് വിളിച്ചിറക്കുക. അല്ലേലിയ. ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു യുദ്ധക്കള എന്ന് പറഞ്ഞാൽ നമ്മുടെ പലസ്തീനയിലെ ഹമാസും
ജെറുസലേമിലെ പ്രസിഡൻറ്റും തമ്മിലുള്ള യുദ്ധമല്ല, അല്ലെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമല്ല. ഇവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ലോകം പോകുന്ന രണ്ട് ശക്തികളിലൂടെയാണ്. തിന്മയുടെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തിയും. തിന്മയുടെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തി, രണ്ട് ശക്തികളിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിറക്കാൻ ആളുകൾ കൂടുതലായാൽ എന്തുണ്ടാകും? തിന്മയുടെ ശക്തി നിർവീര്യമാവും. നമ്മളെപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തിന്മയുടെ ശക്തിയെക്കുറിച്ച് പറയണേ, അല്ലേ? എൻ്റെ മോൻ പ്രാർത്ഥിക്കില്ല, പ്രശ്നം. അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മകൾ പ്രാർത്ഥിക്കില്ല, എല്ലാം പ്രശ്നം, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ പ്രവാചകന്മാർ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകന്മാരെ അറിയാമോ? ഏലിയ പ്രവാചകൻ ജസബലിനെ പേടിച്ച് വലിയ അത്ഭുതം പ്രവർത്തിച്ചിട്ടാണ് പോകുന്നത്. വലിയ അത്ഭുതം പ്രവർത്തിച്ചെന്താ? 3 വർഷക്കാലം 6 മാസക്കാലം മഴ പെയ്യാതെ അതിനെ വിലക്കി മഴ പെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 19-ാമത്തെ അധ്യായത്തിൽ 6 or 7 തിരുലിഖിതത്തിൽ അവൻ പ്രാർത്ഥിക്കുന്ന ഇപ്പോഴാണ്. ജസബലിനെ പേടിച്ച് ഒരു ഗുഹയിൽ കിടന്നിട്ട് അവൻ പറയണ, കർത്താവേ എൻ്റെ മരണം എനിക്ക് വേണം, ഞാൻ മരിക്കണം. കാരണം അവൻ ഭീരുവായിട്ട് മാറി. അവനൊരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ കർത്താവിന്റെ സ്വരം കേട്ടു. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനൻ അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിൻ്റെയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. അതിൻ്റെ മുകളിലൊന്ന് വായിച്ച് അവൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മരണം വേണം കർത്താവേ. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾ ചെടിയുടെ തണലിരുന്നു. അവൻ അവരെ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ മതി, കർത്താവേ മതി. അതന്നെയല്ലേ നമ്മൾ പറയണം. വലിയ വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ, വ്യത്യാസമുണ്ടോ? കർത്താവേ മതി, ഇനി വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ട, എൻ്റെ പ്രാണനെ അങ്ങ് എടുക്കണം. പ്രാണനെ എടുക്കാനുള്ള കഴിവ് ആർക്കും ഇല്ല, അച്ഛന്മാർക്കും ഇല്ല, സിസ്റ്റർമാർക്കും ഇല്ല, മെത്രാന്മാർക്കും ഇല്ല, ആർക്കും ഇല്ല. അതുകൊണ്ട് പ്രവാചകൻ പേടിച്ച്, ജസബലിനെ പേടിച്ച് ഒരു ഗുഹയിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്, കർത്താവേ എൻ്റെ ആയുസ് അങ്ങ് എടുക്കണം, എൻ്റെ ആയുസ് എടുക്കണം. ജർമിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജർമിയ പൊട്ടക്കുളത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ കിടന്ന് അവ ഒറ്റ കാര്യം ചെയ്തു, ദൈവത്തിനെ പറഞ്ഞു. പക്ഷേ അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളും വരിക, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. തൊട്ടടുത്ത വചനത്തിൽ പറയാണ്, ഇപ്രകാരം പറയാണ്, 8-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, അവൻ കിടക്കുന്ന കല്ലിൻ്റെ ബാക്കിൽ അപ്പവും 40 ദിനരാത്രങ്ങൾ ഭക്ഷിക്കാനുള്ള അപ്പവും വെള്ളവും വെച്ചിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, യാത്ര ദുഷ്കരമാണ്, ഇതെടുത്ത് നീ ഭക്ഷിക്കുക. അതെന്നെ പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ. നമ്മൾ എന്തുകൊണ്ട് രക്ഷപ്പെടാത്തത്? നമ്മൾ കുർബാന ഇഷ്ടം പോലെ കൂടുന്നുണ്ട്, ഇഷ്ടം പോലെ അർപ്പിക്കുന്നുണ്ട്, പക്ഷേ കുറേ വ്യത്യാസങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട്. വലിയ ജീവിതത്തിൽ വലിയ വ്യത്യാസവും അപകടങ്ങൾ കൂടുന്നുണ്ട്, ആയുസ് കുറയുന്നുണ്ട്. ഇൻസുലിൻ ജീസസ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയാണ്, എന്നോട് സ്നേഹമില്ലാത്ത പതിവ് കാഴ്ച അർപ്പിക്കാൻ വരുന്ന കുറേ ആളുകൾ ഇന്ന് സഭയിലുണ്ട്. കൃത്യസമയത്ത് വരിക, കൃത്യസമയത്ത് കുർബാനയിൽ പങ്കെടുക്കുക, കുർബാന സ്വീകരിക്കുക, ഇറങ്ങി ഓടുക. അതാണ് സഭയ്ക്ക് പറ്റിയ തകർച്ച എന്ന് 205-ാമത്തെ പേജിൽ ഇൻസുലിൻ ജീസസ് എന്ന പുസ്തകത്തിൽ ബെനഡിക്റ്റ് ഫാദറിനോട് ഈശോ പറയാം. എൻ്റെ സഭ തകരാനുള്ള കാരണം, എൻ്റെ സഭയിൽ ആളുകൾക്ക് രോഗികളും മരണങ്ങളും സംഭവിക്കാനുള്ള ഒറ്റ കാരണമുള്ളൂ, അവർക്ക് ഒരു ചടങ്ങ് പോലെ, ഒരു പതിവ് പോലെ ഈ വിശുദ്ധ കുർബാന അവർ അർപ്പിക്കുന്നു. കുർബാന കഴിഞ്ഞിട്ട് എന്നോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരിരുന്ന് എന്നോട് നന്ദി പ്രകാശനം ചെയ്യണം. നന്ദി പറയുമ്പോൾ എന്താണെന്നറിയുമോ? ദൈവത്തിൻ്റെ ആ ഈശോ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയമാണ്, വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ആ വിശുദ്ധീകരണ സമയത്ത് നമുക്ക് സൗഖ്യം. നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോവോ? ഇല്ല. ഭക്ഷണം കഴിക്കുന്നതൊക്കെ കൂടുതൽ സമയം എന്തായിരിക്കും? അത് ആസ്വദിക്കാനാണ് അല്ലേ എടുക്കുന്നത്, അല്ലേ? അതെ. വിശുദ്ധന്മാരായ പുണ്യാത്മാക്കളുടെ ജീവിതം, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധന്മാരോടെല്ലാം ചോദിക്കുക. ജോൺ മരി വൈനി, പേട്രിക്ക്, വിൻസെൻ്റ് പെറേറ, അതുപോലെ തന്നെ
പാദ്രിപിയോ എല്ലാ വിഷയം പാദ്രിപിയോയ്ക്കും പഞ്ചശിഷ്ടങ്ങളും അനുഭവം കിട്ടിയിരിക്കുന്നു അല്ലേ ലിയാം? ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ എവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോയാലും 10 മിനിറ്റ് മുമ്പ് ചെല്ലണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് 10ൻ്റെ മുകളിൽ നിങ്ങൾ ഇരിക്കണം. ഞാൻ 2013 രോഗിയായിട്ട് വരുമ്പോൾ ഒരു അച്ഛൻ എന്നെ നോക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ പോയാൽ കുർബാന ഇല്ലാൽ കുർബാന കഴിയുമ്പോൾ അച്ഛന്മാർ ആളുകൾ പറയും അച്ഛൻ കുർബാന ഇല്ലേ, പക്ഷെ ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ നന്നായിട്ട് സൗണ്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇരുന്നത് കർത്താവിൻ്റെ അടുത്തങ്ങ് ഇരുന്നു. 1 വർഷക്കാലം ലീവ് എടുത്തിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ജനങ്ങളെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കണം. ബന്ധങ്ങൾ ജനങ്ങളുമായിട്ടല്ല സ്ഥാപിക്കേണ്ടത്, ബന്ധം സ്ഥാപിക്കുന്നത് ദൈവമായിട്ടാണ്. എന്നെ ചികിത്സ ഡോക്ടർ ഒറ്റ കാര്യം പറഞ്ഞു, അച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ തിരുരക്തവും തിരിശരീരവും അല്ലാതെ മറ്റൊന്നിനും അച്ഛനെ സുഖപ്പെടുത്താൻ പറ്റില്ല. മരുന്നില്ലാത്ത രോഗം. എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് കണ്ണുകളടക്കി. എൻ്റെ ദൈവമേ, എൻ്റെ കൃപ ഇതാണ്. നിങ്ങൾക്ക് ആ കൃപയുണ്ട്. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് ഇറക്കുക എന്നതാണ് ഒരു വൈദികൻ്റെ ജോലി, ഒരു റിലീജിയസ് വൈദികൻ്റെ ജോലി, ഒരു സന്യസ്തൻ്റെ ജോലി, ഒരു അൽമായൻ്റെ, ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജോലി, ഒരു അക്രൈസ്തവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ജോലി. ഒറ്റ ജോലിയാണ്. പ്രാർത്ഥിച്ച് വിശദീകരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ശക്തിയാൽ കുടുംബത്തിൽ ഓരോ വ്യക്തികളും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവൻ്റെ ജോലി. ഹല്ലേലൂയ. ഏലിയാ പ്രവാചകൻ ആ അപ്പവും വെള്ളമെടുത്തു കഴിച്ചു. അതിനുശേഷം ജസബലിനെ പേടിക്കാതെ മുന്നോട്ട് പോയി യുദ്ധം ചെയ്തപ്പോൾ ദൈവം കൊടുക്കുന്ന 3 ദൗത്യമുണ്ട്. ആ ദൗത്യം കൊടുക്കാനുള്ള കാരണം അവൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് സ്തുതിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങളെ പ്രതി സമർപ്പിച്ച് സ്തുതിക്കട്ടെ. നിങ്ങളുടെ കടബാധ്യതയെ പ്രതി സമർപ്പിച്ച് തുടിക്കട്ടെ. നിങ്ങളുടെ മക്കളെ പ്രതി സമർപ്പിച്ച് തുടിക്കട്ടെ. ഹല്ലേലൂയ. വരും തലമുറയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസം അകന്നു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത കുട്ടികളെ സമർപ്പിക്കട്ടെ. കുമ്പസാരിക്കാതെ നടക്കുന്ന കുട്ടികളെ സമർപ്പിക്കട്ടെ. ജപമാല ചൊല്ലാൻ പറ്റാതെ നടക്കുന്ന കുട്ടികളെ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ.